മുസ്ലിം ലോകം ഹജ്ജുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മുടെ ബന്ധുക്കൾ നമ്മിൽ പലരും ഹജ്ജ് യാത്രയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കുകയും അതിനുവേണ്ടിയുള്ള പുറപ്പെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. നമ്മിൽ ഹജ്ജ് ചെയ്തവരുണ്ട്, ഈ വർഷം ഹജ്ജിന് പോകുന്നവരുണ്ട്, ഹജ്ജിന് പോകണം എന്ന ആഗ്രഹം മനസ്സിൽ സൂക്ഷിക്കുന്നവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹജ്ജ് ചെയ്തവരുടെ കർമ്മങ്ങൾ സ്വീകരിക്കുകയും ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് ആരോഗ്യത്തോടെ പ്രയാസങ്ങളൊന്നുമില്ലാതെ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ഇസ്ലാം കാര്യങ്ങളിൽ ഒന്നാണ് ഹജ്ജ്. ഹജ്ജിൻ്റെ പ്രത്യേകതകളെമ്പാടും വിശുദ്ധ ഖുർആനിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലും നമുക്ക് കാണാൻ കഴിയും. സൂറത്തുൽ ബഖറയിൽ നിന്ന് ഞാൻ ഓതിക്കേൾപ്പിച്ച വചനത്തിൽ അല്ലാഹു ഹജ്ജിനെ കുറിച്ച് പറയുന്നത് അൽ ഹജ്ജു അശ്ഹുറുൻ മഅലൂമാത്ത്, അറിയപ്പെടുന്ന മാസങ്ങളിലാണ് ഹജ്ജുള്ളത്. ഫമൻ ഫറദ ഫീഹിന്നൽ ഹജ്ജ, ആരെങ്കിലും ഹജ്ജിനു വേണ്ടി പ്രവേശിച്ചാൽ, ആ നിർബന്ധമായ കർമ്മത്തിനു വേണ്ടി ആരെങ്കിലും തയ്യാറായി കഴിഞ്ഞാൽ, ഫലാ റഫസ വലാ ഫുസൂഖ വലാ ജിദാല ഫിൽ ഹജ്ജ്, പിന്നീട് സ്ത്രീ പുരുഷ ബന്ധമില്ല, അതേപോലെ തന്നെ തെമ്മാടിത്തമോ തർക്കങ്ങളോ ഇല്ല. വമാ തഫ്അലു മിൻ ഖൈരിൻ യഅലമുഹുല്ലാഹ്, നിങ്ങൾ എന്തൊരു നന്മ ചെയ്താലും അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുന്നതാണ്. ഫതസവ്വദു ഫഇന്ന ഖൈറസ്സാദി തഖ്വ, നിങ്ങൾ യാത്രക്ക് ആവശ്യമായ ഭക്ഷണമൊരുക്കുക, യാത്രയിൽ ആവശ്യമായ പാഥേയം പൊതിച്ചോറ് അത് തയ്യാറാക്കുക. ഫഇന്ന ഖൈറസ്സാദി തഖ്വ, തീർച്ചയായും ഏത് യാത്രയിലും ആവശ്യമായ ആ വിഭവം അത് തഖ്വയാണ്. വത്തഖൂനി യാ ഉലിൽ അൽബാബ്, ബുദ്ധിയുള്ളവരെ നിങ്ങൾ എന്നെ സൂക്ഷിക്കുക, എന്നോട് തഖ്വയുള്ളവരാവുക എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇതേ വാചകങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു വാക്യം ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നത് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായി ഞാൻ കേട്ടു, മൻ ഹജ്ജലില്ല, ആരെങ്കിലും അള്ളാഹുവിന് വേണ്ടി ഹജ്ജ് കർമ്മം നിർവഹിച്ചു, ഫലം യർഫുസ്, അവൻ ആ സമയത്ത് സ്ത്രീ പുരുഷ ബന്ധത്തിൽ ഏർപ്പെട്ടില്ല, വലം യഫ്സുഖ്, മറ്റ് തമ്മാടിത്ത പ്രവർത്തനങ്ങളിൽ ഒന്നും അവൻ ഏർപ്പെട്ടില്ല, റജഅ കയൗമിൻ വലദതുഹു ഉമ്മുഹു, അവൻ്റെ ഉമ്മ എങ്ങനെയാണോ അവനെ പ്രസവിച്ചത് അത്രയും പരിശുദ്ധമായാണ് അവൻ ആ ഹജ്ജ് കർമ്മത്തിൽ നിന്ന് പുറത്തു വരുന്നത് എന്ന്. ഈ ഒരൊറ്റ ഹദീസ് മാത്രം മതി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഒരൊറ്റ വചനം മാത്രം മതി എത്രമാത്രം പ്രാധാന്യവും പവിത്രവുമുള്ള
ആരാധനാ കർമ്മമാണ് ഹജ്ജ് എന്ന് മനസ്സിലാക്കുവാൻ. നമുക്കറിയാം, ഒരു കുഞ്ഞ് ജനിച്ചു വീഴുന്നത് ഏറെ പരിശുദ്ധിയോടുകൂടിയാണ്. വിശ്വാസരംഗത്ത്, കർമ്മരംഗത്ത്, ആചാരരംഗത്ത്, സാമ്പത്തികമായ കാര്യങ്ങളിൽ, കുടുംബകാര്യങ്ങളിൽ, മറ്റുള്ളവരോടുള്ള പെരുമാറ്റത്തിൽ ഒരു തിന്മയുമില്ലാതെ, ഒരു വൃത്തികേടുമില്ലാതെ ഏറെ പവിത്രമായി പരിശുദ്ധിയോടുകൂടിയാണ് ഒരു കുഞ്ഞ് ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുന്നത്. അങ്ങനെ ജനിച്ചു വീഴുന്ന ഒരു കുഞ്ഞ് അവൻ വളരുന്നു, ജീവിതത്തിൽ പലതരത്തിലുള്ള വ്യാപാരങ്ങളിൽ, കച്ചവടങ്ങളിൽ, ഇടപാടുകളിൽ അവൻ ഏർപ്പെടുന്നു, വിവാഹം കഴിക്കുന്നു, കുടുംബജീവിതം നയിക്കുന്നു, ആളുകളുമായുള്ള പെരുമാറ്റങ്ങൾ ഉണ്ടാകുന്നു. അതിനിടയിൽ അള്ളാഹുവിനെ മറന്നുകൊണ്ട്, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ധിക്കരിച്ചുകൊണ്ട് ഒരുപാട് തിന്മകൾ അവന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. ഒരിക്കലും ഒരു തിന്മയും ചെയ്യാത്ത, ഒരു തെറ്റും ചെയ്യാത്തവനല്ല മനുഷ്യൻ. എത്ര വലിയ വിശ്വാസിയായാലും അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരെ മാത്രമാണ് നമ്മൾ മഅ്സൂമുകൾ, പാപസുരക്ഷിതരായ ആളുകൾ എന്ന് പറയുന്നത്. ബാക്കിയുള്ള ആളുകളിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള അബദ്ധങ്ങൾ, തെറ്റുകൾ വന്നു പോകാം. അങ്ങനെ തെറ്റ് വന്നുപോയ മനുഷ്യൻ അവൻ ഹജ്ജിന് പോയി തിരിച്ചു വരുന്നത് ഈ കുഞ്ഞിനെ പോലെയാണ് എന്നാണ്. അഥവാ സ്വർഗാവകാശിയായാണ് അവൻ തിരിച്ചു വരുന്നത് എന്നർത്ഥം. അങ്ങനെയുള്ള ഒരു ആരാധനാ കർമ്മമാകുന്നു ഹജ്ജ്. അത് ആ രൂപത്തിൽ എങ്ങനെയാണോ നിർവഹിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്, ഏതൊരു വിശ്വാസത്തോടുകൂടി, ഏതൊരു ബോധത്തോടുകൂടി നിർവഹിക്കണമെന്നാണോ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത്, ആ രൂപത്തിൽ അത് നിർവഹിക്കുമ്പോൾ മാത്രമാണ് ഇത്തരത്തിലുള്ള പരിശുദ്ധി ഉണ്ടാകുന്നത്. ഹജ്ജിന് പോകുന്ന ആളുകൾ പ്രത്യേകമായി അത് ശ്രദ്ധിക്കുക. ഭാവിയിൽ പോകാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ഇത് മനസ്സിലാക്കുക. നമ്മളുടെ കുടുംബത്തിൽ, ബന്ധുക്കളുടെ കൂട്ടത്തിൽ ഹജ്ജിന് പോകുന്നവരുണ്ടെങ്കിൽ അവരോടിത് പറഞ്ഞു കൊടുക്കുക. അതിലേറ്റവും ഒന്നാമത്തെ കാര്യം, ആദ്യത്തെ കാര്യം തൗഹീദ് തന്നെയാണ്. ഹജ്ജ് ഈ സമൂഹത്തിന് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം എന്ത് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം അത് തൗഹീദ് എന്നാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ ഹജ്ജ് ചെയ്ത ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നതായി കാണാൻ കഴിയും. ഒരു ദീർഘമായ ഹദീസാണ്. അതിൽ അദ്ദേഹം പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ യാത്രയിൽ അള്ളാഹുവിന്റെ ഖുർആൻ അള്ളാഹുവിന്റെ റസൂലിനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് മനസ്സിലാക്കുകയും വിശദീകരിക്കുകയും ചെയ്യുന്നു. അള്ളാഹുവിന്റെ റസൂൽ എന്തൊക്കെയാണോ ചെയ്യുന്നത് അതൊക്കെ ഞങ്ങളും മാതൃകയാക്കി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടോ ഫഅഹല്ല ബിത്തൗഹീദ്, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. അദ്ദേഹം തൗഹീദ് ഉറക്കെ പ്രഖ്യാപിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ജിനെ കുറിച്ചാണ് പറയുന്നത്. ഫഅഹല്ല ബിത്തൗഹീദ്, അള്ളാഹുവിന്റെ റസൂൽ തൗഹീദ് ഉറക്കെ പ്രഖ്യാപിച്ചു. എന്താണ് അള്ളാഹുവിന്റെ റസൂൽ പ്രഖ്യാപിച്ച തൗഹീദ്? ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക. അള്ളാഹുവിന്റെ റസൂൽ പറയാൻ, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക, ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക്. അള്ളാഹുവിന്റെ റസൂൽ പ്രഖ്യാപിച്ച തൗഹീദ് അതാണ്. നമുക്കൊക്കെ അറിയാവുന്ന വചനം. ഹജ്ജ് എന്ന് കേൾക്കുമ്പോൾ, ഉംറ എന്ന് കേൾക്കുമ്പോൾ, അതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ നമ്മൾ കാണുമ്പോൾ ഒക്കെ ഈ വചനമാണ് നമ്മളുടെ ചെവിയിൽ വരുന്നത്. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, അള്ളാഹുവിന് സമർപ്പിക്കുകയാണ് ഒരു വിശ്വാസി അവനെ. അള്ളാഹുവിന്റെ വിളി കേട്ട്, അള്ളാഹുവിന്റെ കൽപ്പന അതനുസരിച്ചുകൊണ്ട് ഇതാ അവിടെ ഹാജരായിരിക്കുകയാണ്. ലാ ശരീക ലക ലബ്ബൈക, ലാ ശരീക ലക, ഇല്ല അല്ലാഹുവേ നിനക്കൊരു പങ്കാളിയും ഇല്ല. എന്റെ ജീവിതത്തിൽ നീ ചെയ്ത അനുഗ്രഹങ്ങൾ, ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക്, നീയാണ് എല്ലാ അനുഗ്രഹങ്ങളും ചെയ്തു തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിനക്കാവുന്നു എല്ലാ സ്തുതിയും. നിന്നിൽ പങ്കു ചേർക്കുന്ന ഒരവസ്ഥ എന്റെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല. കാരണം എനിക്ക് നിഅമത്ത് ചെയ്തവൻ നീയാണ്, വേറെ ആരുമില്ല. എനിക്ക് നിഅമത്തുകൾ ചെയ്ത, എനിക്ക് അനുഗ്രഹം ചെയ്ത, എനിക്ക് ആരോഗ്യം നൽകിയ, എനിക്ക് ഈ സമ്പത്ത് നൽകിയ, എനിക്ക് എന്റെ കുടുംബം നൽകിയ, എനിക്ക് ജോലി നൽകിയ, ഇങ്ങനെ എന്തൊക്കെ നിഅമത്തുകൾ എനിക്കുണ്ടോ, എനിക്ക് വ്യക്തിപരമായി എന്തൊക്കെ അനുഗ്രഹങ്ങളുണ്ടോ, ഒരു കുടുംബം എന്ന നിലയിൽ, ഒരു നാട് എന്ന നിലയിൽ, മനുഷ്യൻ എന്ന നിലയിൽ, ഈ ലോകത്ത് ജീവിക്കുന്ന ഒരു ജീവി എന്ന നിലയിൽ എന്തൊക്കെ അനുഗ്രഹങ്ങൾ ഞാൻ ആസ്വദിക്കുന്നുവോ, എന്തൊക്കെ അനുഗ്രഹങ്ങൾ എനിക്കുണ്ടോ, അതെല്ലാം റബ്ബേ നീ തന്നതാണ്. ലാ ശരീക ലക, നിനക്കൊരു പങ്കാളിയും ഇല്ല.
ഈ ഹദീസ് ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഈ ഹദീസ് വിശദീകരിക്കുമ്പോ ഇമാം നവവി റഹിമഹുല്ല പറയുന്നത് കാണാൻ കഴിയും. ഫഅഹല്ല ബിത്തൗഹീദ്, എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൗഹീദ് പ്രഖ്യാപിച്ചു എന്ന് പറയുന്നതിന്റെ അർത്ഥം يعني قوله لبيك لا شريك لك وفيه إشارة إلى مخالفة ما كانت الجاهلية تقوله في تلبيتها من لفظ الشرك. അല്ലാഹുവിന്റെ റസൂൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശവുമായി കടന്നു വന്നപ്പോ ആ മക്കയിൽ ജീവിച്ചിരുന്ന ബഹുദൈവ വിശ്വാസികൾ അവർ കഅബയെ ബഹുമാനിച്ചിരുന്നു, അവർ കഅബയെ ആദരിച്ചിരുന്നു, അവർ അല്ലാഹുവിനെ അറിയുന്നവരായിരുന്നു, അവർ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്തവരായിരുന്നു. അങ്ങനെ ഇബാദത്ത് ചെയ്യുന്ന സമയത്ത് കഅബാലയത്തിന്റെ അരികിൽ വന്ന് ബഹുദൈവ വിശ്വാസികൾ പറയും, ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക, അല്ലാഹുവേ നിനക്ക് ഒരു പങ്കാളിയുമില്ല. ആരാ പറയുന്നത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിന്റെ പേരിൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചതിന്റെ പേരിൽ സുമയ്യ റളിയല്ലാഹു അൻഹയെ കൊന്നവരാണ് പറയുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ചതിന്റെ പേരിൽ, അത് പറഞ്ഞ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ റസൂലായി അംഗീകരിച്ചതിന്റെ പേരിൽ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ നെഞ്ചിൽ കല്ല് കയറ്റി വെച്ചവരാണ് പറയുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ചതിന്റെ പേരിൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിന്റെ പേരിൽ, ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് ക്ഷണിച്ചതിന്റെ പേരിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആ നാട്ടിൽ നിന്ന് ആട്ടിയോടിക്കാൻ ഗൂഢാലോചന നടത്തിക്കൊണ്ടിരിക്കുന്നവരാണ് പറയുന്നത്, ലബ്ബൈക ലാ ശരീക ലക, ഇല്ല പടച്ചോനെ നിനക്കൊരു പങ്കാളിയുമില്ല, അല്ലാഹുവേ നിനക്കൊരു പങ്കാളിയുമില്ല. അവരവിടെ നിർത്തുന്നില്ല. ഇത് കേൾക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ഖദിൻ ഖദിൻ, അവിടെ നിർത്തിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക എന്ന് പറഞ്ഞ് അവർ അവസാനിപ്പിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. പക്ഷെ അവർ അവസാനിപ്പിക്കുന്നില്ല. അവരെന്താ പറയുന്നത്? ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക്, ഒരു പങ്കാളിയല്ലാതെ. അല്ലാഹുവേ നിനക്കൊരു പങ്കാളിയുണ്ട്. എന്താ പങ്കാളിയുടെ പ്രത്യേകത? ആ പങ്കാളിയും ആ പങ്കാളിയുടെ കഴിവുകളും എല്ലാം നിനക്കുള്ളതാണ്. നീ കൊടുക്കാത്ത ഒരു കഴിവും ലാത്തക്കില്ല, നീ കൊടുക്കാത്ത ഒരു കഴിവും ഇസ്സക്കില്ല, നീ കൊടുക്കാത്ത ഒരു കഴിവും മനാത്തക്കില്ല. ഞങ്ങൾ മനാത്തയെ പ്രയാസങ്ങളുടെ സന്ദർഭങ്ങളിൽ വിളിച്ചു തേടുന്നു, ഞങ്ങൾ ലാത്തയെ ബുദ്ധിമുട്ടിന്റെ സന്ദർഭങ്ങളിൽ വിളിച്ചു തേടുന്നു, ഞങ്ങൾ നബിമാരെ വിളിച്ചു തേടുന്നു, ഞങ്ങൾ മഹാന്മാരെ വിളിച്ചു തേടുന്നു. ഇവർ ഞങ്ങളെ സഹായിക്കുന്നത് നീ കൊടുത്ത കഴിവ് കൊണ്ടാണ്, നീ കൊടുക്കാത്ത ഒരു കഴിവും അവർക്കില്ല എന്ന് മക്കയിലെ ബഹുദൈവ വിശ്വാസികൾ പ്രഖ്യാപിക്കുക. ഇമാം നവവി റഹിമഹുല്ലാ പറയുന്നു, ആ പ്രഖ്യാപനത്തിനെതിരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ഈ പറയുന്നത്. നിങ്ങൾ പറയുന്നതല്ല ഞങ്ങൾക്ക് പറയാനുള്ളത് എന്നാണ് അല്ലാഹുവിന്റെ റസൂൽ ഈ തൗഹീദ് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ജനങ്ങളോട് പറയുന്നത് എന്ന് നമ്മൾ ആലോചിച്ചു നോക്കുക. നമ്മളുടെ കൂട്ടത്തിൽ നിന്ന് ഹജ്ജിന് പോകുന്ന പലരും ഇതിലേത് പ്രഖ്യാപനത്തെയാണ് മനസ്സുകൊണ്ട് ഏറ്റെടുക്കുന്നത്? മനസ്സുകൊണ്ട് ഏറ്റെടുക്കുന്നത്, നാവുകൊണ്ട് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് എന്ന് നാവുകൊണ്ട് പറയുമ്പോഴും മനസ്സുകൊണ്ട് ഏറ്റെടുക്കുന്നത് എന്താണ്? ഉള്ളാൽ ദർഗയിൽ പോയി പ്രാർത്ഥിച്ചതിന് ശേഷം ഹജ്ജിന് പോകുന്നവരുണ്ട്. മറ്റ് ജാറങ്ങളിൽ പോയി പ്രാർത്ഥന നടത്തിയതിനു ശേഷം ഹജ്ജിന് പോകുന്നവരുണ്ട്. തിരിച്ചു വരുമ്പോ അത്തരം ജാറങ്ങളിൽ സമർപ്പിക്കുവാനായി സംസം വെള്ളത്തിന്റെ ചെറിയ ബോട്ടിലുകളും അതേപോലെ ഈത്തപ്പഴവും പ്രത്യേകമായി കരുതുന്നവരുണ്ട്. ഇവരവിടെ പോയി നാവുകൊണ്ട് പറയുന്നത് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക എന്നാണ്. പക്ഷെ മനസ്സിലുള്ളതോ? ഉള്ളാൽ തങ്ങളോട് ഞങ്ങൾ പറയുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റ് ശൈഖ്മാരെ ഞങ്ങൾ വിളിക്കുന്നുണ്ട്, മറ്റുള്ള മഹാന്മാരെ ഞങ്ങളുടെ പ്രയാസങ്ങളുടെ സന്ദർഭങ്ങളിൽ ഞങ്ങൾ വിളിച്ചു തേടുന്നുണ്ട്. അവരൊക്കെ ഞങ്ങളെ സഹായിക്കുന്നത് പടച്ചോനെ അല്ലാഹുവേ നീ കൊടുത്ത കഴിവിൽ നിന്നാണ് എന്നല്ലേ ഈ ആളുകളുടെ പലരുടെയും വിശ്വാസം. എന്ത് കാര്യമാണ് ഈ ഹജ്ജ് കൊണ്ടുണ്ടാകുന്നത് എന്നാലോചിച്ചു നോക്കുക. ഹജ്ജ് തൗഹീദിന്റെ പ്രഖ്യാപനമാണ്.
ഹജ്ജ് തൗഹീദിന്റെ പ്രഖ്യാപനമാണ്. തൽബിയത്ത് തൗഹീദിന്റെ പ്രഖ്യാപനമാണ്. ആ പ്രഖ്യാപനം നാവിൽ പോരാ, ആ പ്രഖ്യാപനം ചുണ്ടിൽ പോരാ, ആ പ്രഖ്യാപനം ഹൃദയങ്ങൾ കൊണ്ട് ഏറ്റെടുത്ത് പ്രഖ്യാപിക്കാൻ കഴിയുമ്പോഴാണ് നേരത്തെ പറഞ്ഞതുപോലെ പരിശുദ്ധിയോടുകൂടി പവിത്രമായ ഒരു കുഞ്ഞിനെ പോലെ, പരിശുദ്ധനായ ഒരു കുഞ്ഞിനെ പോലെ ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വരാൻ കഴിയുന്നത്. രണ്ടാമത്തെ കാര്യം അള്ളാഹുവിനെ ഓർമ്മിക്കുക എന്നുള്ളതാണ്. ഹജ്ജ് കഴിയുന്നിടത്ത്, ഹജ്ജുമായി ബന്ധപ്പെട്ട കർമ്മങ്ങൾ പറയുന്നിടത്തൊക്കെ ഖുർആൻ അത് ആവർത്തിച്ച് പറയുന്നത് കാണാൻ കഴിയും. അള്ളാഹുവിന്റെ നാമം അത് പറയാൻ, അത് ഓർമ്മിക്കാൻ. അതേപോലെ അതേപോലെ ഇങ്ങനെ അള്ളാഹുവിനെ ഓർമ്മിക്കാൻ, അള്ളാഹുവിനോട് പാപമോചനം നടത്താൻ, ഇതിനു വേണ്ടിയൊക്കെയാണ് ഹജ്ജ് ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് മാതൃക കാണിച്ചു തന്നിരിക്കുന്നത്. അള്ളാഹുവിനെ ഓർമ്മിക്കുക നിരന്തരമായി. ഇത് കേവലം ഹജ്ജ് കർമ്മവുമായി മാത്രം ബന്ധപ്പെട്ട കാര്യമല്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് വദ്കുറൂനി, നിങ്ങൾ എന്നെ ഓർമ്മിക്കുക എന്ന് അള്ളാഹു പറയുന്നു. വത്തഖൂനി, നിങ്ങൾ എന്നെ സൂക്ഷിക്കുന്നവരാവുക, എന്നോട് തഖ്വയുള്ളവരാവുക എന്ന് പറയുന്നത്. അതേപോലെ ഈ പാഥേയം, ഈ യാത്രയിലുള്ള ഭക്ഷണം നിങ്ങൾ ഒരുക്കുക, അത് തഖ്വയാണ് എന്ന് പറയുന്നത്. അത് കേവലം ഹജ്ജ് യാത്രയിൽ മാത്രം ബാധകമായ കാര്യമല്ല. നമുക്കൊക്കെ അറിയാവുന്നത് പോലെ നമ്മളെല്ലാം യാത്രയിലാണ്. കേവലം വാഹനങ്ങളിലുള്ള യാത്രയെ കുറിച്ചല്ല പറയുന്നത്, മറിച്ച് ജനിച്ചു വീണത് മുതൽ നമ്മളൊക്കെ മരണം വരെയുള്ള ഒരു യാത്രയിലാണ്. ആ യാത്രയിൽ നമുക്ക് കരുത്താകേണ്ടത്, നമ്മെ മുന്നോട്ട് നയിക്കേണ്ടത്, നമുക്ക് ശക്തി പകരേണ്ടത്, ഭാവിയിലുള്ള നമ്മളുടെ ജീവിതം സുഖകരമാക്കേണ്ടത് ഈ തഖ്വയിലൂടെയാണ്. അതിന് അള്ളാഹുവിനെ ഓർമ്മിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനമായുള്ള കാര്യം. എപ്പോഴാ നമ്മുടെ ജീവിതത്തിൽ നിന്ന് തഖ്വ നഷ്ടപ്പെട്ടു പോകുന്നത്? എപ്പോഴാ നമ്മൾ അള്ളാഹുവിന്റെ കൽപ്പനക്കെതിരായ ചില കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ വരുന്നത്? അള്ളാഹുവിനെ മറന്നു പോകുമ്പോഴാണ്, അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത മനസ്സിൽ നിന്ന് നഷ്ടപ്പെടുമ്പോഴാണ്. അതുകൊണ്ട് രണ്ടാമത്തെ കാര്യം അള്ളാഹുവിനെ ഓർമ്മിക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തെ ഒരു കാര്യം, ഭൗതികമായി നമുക്കറിയാം ഇസ്ലാം ഏറെ വിമർശിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമുക്ക് ജീവിക്കാൻ കഴിയുന്നത്. ഇസ്ലാമിനെതിരെ പലതരത്തിലുള്ള ആക്ഷേപങ്ങൾ, പരിഹാസങ്ങൾ ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നു. അതിനുള്ള ഭൗതികമായ ഒരു മറുപടി കൂടിയാണ് ഹജ്ജ് എന്ന് പറയുന്നത്. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് വരുന്ന മനുഷ്യർ, അവരിൽ കോടീശ്വരന്മാരുണ്ട്, ശതകോടീശ്വരന്മാരുണ്ട്, പാവപ്പെട്ട മനുഷ്യരുണ്ട്. ഒരു ഹജ്ജിന് വേണ്ടിയുള്ള പണം ഒരുക്കി വെച്ച് തന്റെ സമ്പാദ്യത്തിൽ നിന്ന് ഒരുക്കി അതുമായി ഹജ്ജിന് വരുന്ന ആളുകളുണ്ട്. പക്ഷേ അവിടെ എത്തിയാൽ ആരാണ് ശതകോടീശ്വരൻ എന്ന് അയാളുടെ വസ്ത്രങ്ങൾ കൊണ്ട് തിരിച്ചറിയാൻ കഴിയില്ല. അയാൾക്ക് നൽകുന്ന പ്രത്യേകമായ എന്തെങ്കിലും ഒരു പരിഗണന കൊണ്ട് തിരിച്ചറിയാൻ കഴിയില്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതുപോലെ, യാ അയ്യുഹന്നാസ് ഇന്ന റബ്ബക്കും വാഹിദ്, നിങ്ങളുടെ റബ്ബ് ഒന്നാകുന്നു. അലാ ലാ ഫളല ലി അറബിയിൻ അലാ അജമിയിൻ വലാ ലി അജമിയിൻ അലാ അറബിയിൻ വലാ ലി അഹ്മറ അലാ അസ്വദ വലാ ലി അസ്വദ അലാ അഹ്മർ. ഇല്ല, അറബിക്ക് അനറബിയേക്കാൾ ശ്രേഷ്ഠതയില്ല, വെളുത്തവന് കറുത്തവനേക്കാൾ ശ്രേഷ്ഠതയില്ല, കറുത്തവന് വെളുത്തവനേക്കാൾ എന്തെങ്കിലും പരിഗണനകളില്ല. ഇല്ലാ ബിത്തഖ്വ, തഖ്വ മാത്രമാണ് അതിന്റെ മാനദണ്ഡം. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. ആരാണ് മാന്യൻ, ആരാണ് പരിഗണനീയൻ, എന്തിനാണ് അള്ളാഹുവിന്റെ അരികിൽ പരിഗണന? അത് തഖ്വക്ക് മാത്രമാണ്. ഹജ്ജ് നമുക്ക് നൽകുന്ന മറ്റൊരു സന്ദേശം അതാണ്. സമത്വത്തിന്റെ, സാഹോദര്യത്തിന്റെ, ലാളിത്യത്തിന്റെ, വിനയത്തിന്റെ. എനിക്ക് എന്തെങ്കിലും അനുഗ്രഹം അല്ലാഹു നൽകിയിട്ടുണ്ടെങ്കിൽ, സമ്പത്താകട്ടെ, ആരോഗ്യമാകട്ടെ, സൗന്ദര്യമാകട്ടെ, മറ്റെന്തുമാകട്ടെ, അതൊന്നും എന്റെ കഴിവല്ല. അതിന്റെ പേരിൽ അഹങ്കരിക്കാനുള്ള അവകാശം എനിക്കില്ല എന്ന് തിരിച്ചറിയാനുള്ള ഒരു സന്ദർഭം കൂടിയാണ് ഹജ്ജ് നമുക്കെല്ലാവർക്കും പകർന്നു നൽകുന്നത്. അതോടൊപ്പം നമുക്കറിയാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെയും കുടുംബത്തിന്റെയും ജീവിതവുമായി ബന്ധപ്പെട്ട ഒരുപാട് ഓർമ്മകൾ ഹജ്ജിലൂടെ കടന്നു പോകാറുണ്ട്. ഇൻഷാ അല്ലാഹ് പിന്നീട് തുടർന്നത് വിശദീകരിക്കപ്പെടും പലപ്പോഴായി ഖുത്ബകളിൽ.
ആ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഹജ്ജ് നമ്മെ നിരന്തരമായി ഓർമ്മിപ്പിക്കേണ്ട ഒരു കാര്യം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബയുടെ നിർമ്മാണം കഴിഞ്ഞ് നടത്തുന്ന പ്രാർത്ഥന വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. വൈദ് യർഫഉ ഇബ്രാഹീമുൽ ഖവാഇദ മിനൽ ബൈത്ത് വഇസ്മാഈൽ. ആ കഅബ പടുത്തുയർത്തിയ സന്ദർഭം ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കുകയാണ്. എന്താ അവർ പറയുന്നത്? റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണമേ എന്നാണ്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് നാം. അള്ളാഹുവിന്റെ പ്രതിഫലം ലഭിക്കാൻ, നാളെ സ്വർഗത്തിലേക്ക് എത്തിച്ചേരാൻ ഒരുപാട് കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് നാം. എന്നാൽ ആ കർമ്മങ്ങളെല്ലാം തന്നെ സമ്പൂർണമാണ് എന്ന് നമുക്കാർക്കും അവകാശപ്പെടാൻ കഴിയില്ല. നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നമസ്കാരം അത് സമ്പൂർണമാണ്, അതിനൊരു കുഴപ്പമില്ല എന്ന് നമുക്കാർക്കും അവകാശപ്പെടാൻ കഴിയില്ല. നമസ്കാരത്തിൽ അശ്രദ്ധ വന്നു പോകാറുണ്ട്, പോരായ്മകൾ വന്നു പോകാറുണ്ട്. നമ്മുടെ ഖുർആൻ പാരായണം പോരായ്മകൾ വന്നു പോകാറുണ്ട്. നമ്മുടെ മറ്റ് ആരാധനകൾ, സ്വതക്ക, സക്കാത്ത്, ഇതിലൊക്കെ പോരായ്മകൾ വന്നു പോകാറുണ്ട്. ആ പോരായ്മകൾ പരിഹരിച്ച് അള്ളാഹു അത് സ്വീകരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് പരലോകത്ത് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. നോക്കൂ, ഇവിടെ ഖലീലുല്ലാഹി എന്നറിയപ്പെടുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണ്, ലഭിക്കുന്ന വഹയിന്റെ അടിസ്ഥാനത്തിലാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ കർമ്മങ്ങൾ ചെയ്തത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഒരു കർമ്മം നിർവഹിച്ചതിന് ശേഷം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് റബ്ബന തഖബ്ബൽ മിന്നാ എന്നാണ്. ഈ പ്രാർത്ഥന നമ്മളുടെ മനസ്സിലുണ്ടാകണം എന്നാണ് ഹജ്ജ് കാലം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഏതൊരു കർമ്മം നമ്മൾ ചെയ്താലും, എന്ത് പ്രവർത്തനം ചെയ്താലും, അല്ലാഹുവേ, നിന്റെ കൽപ്പന പ്രകാരം എന്റെ കഴിവിന്റെ പരമാവധി സൂക്ഷ്മത പാലിച്ചുകൊണ്ട് റബ്ബേ, ഞാൻ ഈ കർമ്മം ചെയ്തിട്ടുണ്ട്, നീ അത് സ്വീകരിച്ചില്ലെങ്കിൽ അല്ലാഹുവേ, ഞാൻ പരലോകത്ത് നഷ്ടക്കാരുടെ കൂട്ടത്തിൽ പെട്ടുപോകും എന്ന ബോധത്തോടുകൂടി ആത്മാർത്ഥമായി റബ്ബിനോട് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയണം. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം എന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ പ്രാർത്ഥിക്കുകയും കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുകയും പരലോകത്ത് വിജയിക്കുകയും ചെയ്യുന്ന കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹുവിന് തഖ്വയുള്ളവരായി ജീവിക്കുവാൻ നാം എല്ലാവരും പരിശ്രമിക്കണം എന്നൊരിക്കൽ കൂടി ഉണർത്തുകയാണ്. ഹജ്ജ് നമ്മെ പഠിപ്പിക്കുന്ന മറ്റൊരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുക എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ റസൂലിനെ പിൻപറ്റി നിർവഹിക്കുന്ന കർമ്മങ്ങൾക്ക് മാത്രമാണ് ഹജ്ജിൽ പ്രസക്തിയുള്ളത്. ഓരോ സ്ഥലത്തും എന്താണോ ചെയ്യാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചത് അത് ചെയ്യണം. നമ്മുടെ നാട്ടിൽ പലപ്പോഴും മഹാന്മാരെ ആദരിക്കുക എന്ന പേരിൽ ഖബർ കെട്ടിപ്പൊക്കുന്നു, അതിനെ തൊട്ടുമുത്തുന്നു, അവിടെ തുണിയിടുന്നു, ഇതൊക്കെ കാണാം. എന്നാൽ നോക്കൂ, കഅബയെ തവാഫ് ചെയ്യുന്ന ആളുകൾക്ക് മഖാം ഇബ്രാഹിം തവാഫ് ചെയ്യാൻ പാടില്ല. ഹജറുൽ അസ്വദ് ചുംബിക്കുന്ന ആളുകൾക്ക് മഖാം ഇബ്രാഹിം ചുംബിക്കാൻ പാടില്ല. അതിനെ തൊട്ടുമുത്ത ചുംബിക്കാൻ പാടില്ല. അപ്പൊ എന്താണോ അള്ളാഹുവിന്റെ റസൂല് കൽപ്പിച്ചത്, എന്ത് ചെയ്യാനാണോ പറഞ്ഞത്, അത് മാത്രമാണ് ചെയ്യേണ്ടത്. ആ രൂപത്തിലായിരിക്കണം നമ്മളുടെ ഹജ്ജ് കർമ്മങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ ഇബാദത്തുകൾ ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. പല ആളുകൾ പ്രയാസങ്ങൾ പറഞ്ഞവരുണ്ട്. രോഗികളായ മക്കൾ, ഭാര്യമാർ, ബന്ധുക്കൾ, അതേപോലെ മരണപ്പെട്ട ആളുകൾ, അപകടങ്ങളിൽ അല്ലാതെ മാറാ രോഗങ്ങളുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി വസിയത്ത് ചെയ്തവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല രോഗികളായവർക്ക് ആശ്വാസം നൽകുമാറാവട്ടെ. മരണപ്പെട്ടവരെ അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് വ്യക്തിപരമായി തന്നെ ഇവിടെ സൂചിപ്പിച്ചതാണ് കഴിഞ്ഞ ഖുത്ബകളിലൊക്കെ, നമ്മുടെ സഹോദരനായിരുന്ന കാരണവരായിരുന്ന അബ്ദുർ റസാഖ് ഹാജി
ഈ നാട്ടിൽ തൗഹീദിന്റെ പ്രബോധനത്തിന്, സുന്നത്തിന്റെ പ്രബോധനത്തിന് ഏറെ പ്രയത്നിച്ച വ്യക്തിയാണ് അദ്ദേഹം. ഇന്നത്തെ വെള്ളിയാഴ്ച ഞാൻ ഏതാണ്ട് 30 കൊല്ലത്തോളമായി ഈ നാട്ടിൽ ഖുതുബയും അതേപോലെ പ്രബോധന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് വരാൻ തുടങ്ങിയിട്ട്, ഈ ഖുതുബക്ക് പോലും കഴിഞ്ഞ റമളാനിൽ ഇവിടെ വന്നപ്പോൾ എന്നെ ഏൽപ്പിച്ചത് അബ്ദുർ റസാഖ് ഹാജിയാണ്. അദ്ദേഹത്തിൻ്റെ പരിശ്രമം, സാമ്പത്തികമായി ശാരീരികമായി ഒക്കെ നടത്തിയ പരിശ്രമം ഈ നാട്ടിൽ തൗഹീദ് പ്രചരിക്കുവാനും സുന്നത്തിലേക്ക് ആളുകൾ എത്തിച്ചേരുവാനും കാരണമായിട്ടുണ്ട്. അള്ളാഹു അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങൾ സ്വീകരിക്കുമാറാകട്ടെ. അതിനുള്ള പ്രാർത്ഥനകൾ ഉണ്ടാകണം. അദ്ദേഹത്തിൻ്റെ ശരിയായ നല്ല മാതൃക സ്വീകരിച്ചുകൊണ്ട് ദഅ്വാ രംഗത്ത് മുന്നേറാൻ നമുക്കെല്ലാവർക്കും സാധിക്കുമാറാകട്ടെ. നമ്മയും അദ്ദേഹത്തെയും അല്ലാഹു അവൻ്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم والحمد لله رب العالمين.